MSC എൽസ കമ്പനിക്ക് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ. എണ്ണച്ചോർച്ച 48 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി. MSC എൽസ കപ്പലിലെ ആദ്യ ഇന്ധന ചോർച്ച അടച്ചു. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ വിമർശനമുണ്ടായി. എണ്ണച്ചോർച്ച അടയ്ക്കുന്നില്ല, കൂടാതെ ഇതിൽ പരിസ്ഥിതിക്കും ഈ സമുദ്രത്തിനുമൊക്കെ ദോഷകരമായ വസ്തുക്കൾ അവിടെയുണ്ട്, അതൊന്നും നീക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഇതെല്ലാം ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്താണ്? എണ്ണച്ചോർച്ച നീക്കണമെന്നുള്ളത് മാത്രമാണോ ആവശ്യം? അനുജ, നമുക്കറിയാം, അതായത് മുൻപ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു നിലപാടെന്ന് പറയുന്നത് MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ നിയമ നടപടിക്ക് പോകേണ്ടതില്ലെന്നും പകരം ക്ലെയിം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതുമായിരുന്നു. എന്നാൽ ഇന്നലെ സംസ്ഥാന സർക്കാർ ആ നിലപാട് മാറ്റി പകരം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. അതിന് പിന്നാലെയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അന്ത്യശാസനം അറിയിച്ച് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ ഈ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കേരള തീരത്ത് അതല്ലെങ്കിൽ ഇന്ത്യൻ തീരത്തുണ്ടായ ആഘാതങ്ങൾ, പരിസ്ഥിതി ആഘാതങ്ങൾ, അതിനപ്പുറത്തേക്ക് നമ്മളുടെ സമുദ്ര ആവാസ വ്യവസ്ഥയിലടക്കം ഉണ്ടാക്കിയ മാറ്റങ്ങളടക്കം മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അറിയിച്ചുകൊണ്ടും അവരുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുമാണ് അവരുടെ ഈ നോട്ടീസ് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്, നമ്മളുടെ DG ഷിപ്പിംഗ് ആണ് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വീഴ്ചകൾ ഇങ്ങനെയാണ്. മെയ് 24-നാണ് ഈ കപ്പൽ അപകടം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ കപ്പൽ അപകടം ഉണ്ടായി തൊട്ടടുത്ത നിമിഷം തന്നെ സാൽവേജ് പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. എന്നാൽ ഈ വിഷയത്തിൽ MSC എൽസ 3 അപകടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 1-ാം തീയതി ജൂൺ 1 വരെ കാത്തിരിക്കേണ്ടി വന്നു. പൂർണ്ണാർത്ഥത്തിൽ ടഗ് ബോട്ടുകളടക്കം എത്തിച്ച് ആ രക്ഷാപ്രവർത്തനം ഫുൾ ഫ്ലഡ്ജിലേക്ക് നടത്താൻ. അതിൽ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചു. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ തീരത്തെയും സമുദ്രാവസ്ഥയും കടുത്ത ആഘാതത്തിലാക്കി. കേരള തീരത്ത് വലിയ നഷ്ടമുണ്ടാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി. പ്രത്യേകിച്ച് കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ ഇന്ധന ചോർച്ച പരിമിതപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ധന ചോർച്ച തടയാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തണം. ആവർത്തിച്ച് DG ഷിപ്പിംഗ് MSC കമ്പനിയോട് ഇന്ധന ചോർച്ച തടയാൻ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിന് ദിവസങ്ങൾ എടുത്തു എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ നോട്ടീസിലുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അടിയന്തരമായി ഈ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ BNS ദുരന്ത നിവാരണ വകുപ്പുകൾ പ്രകാരം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നിയമ നടപടി എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ MSC കമ്പനിക്ക് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയിരിക്കുന്നത്. MSC കമ്പനിക്കാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം.